ഡയബറ്റീസ് ഉള്ള പലരും വയറിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ധാരാളം പറയാറുണ്ട്. കുളിച്ചു തേട്ടല്, നെഞ്ചരിച്ചില്, അതുപോലെ ഗ്യാസ് കൊണ്ട് വയറിങ്ങനെ വീർത്തിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, പിന്നെ വയറ്റിന് ചിലപ്പോൾ നിർബാധം പോവുക, ഇങ്ങനെ ഒരു സുഖമില്ലായ്മ, വയറിപ്പോഴും അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ്. മരുന്നുകൾ തന്നെയാണ് വില്ലന്മാരായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രമേഹത്തെ പലപ്പോഴും കുറയ്ക്കണത് നമ്മൾ കഴിച്ച ആഹാരത്തിനുള്ള ഗ്ലൂക്കോസിനെ ശരീരം അബ്സോർവ് ചെയ്യാതെ, ശരീരം സ്വീകരിക്കാതെ ലിവറിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇതിന്റെ മോഷനിലൂടെയും അതുപോലെ യൂറിനും പുറത്തുവിട്ടിട്ടാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ലിവറിന്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. നമുക്കറിയാം ലിവറിലാവുന്ന ബൈലെ പിത്തരസമാണ്, അതുപോലുള്ള പല ദഹനരസങ്ങളും നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ വരുന്ന കുറവാണ് നമ്മളെ ദഹനത്തെ ദോഷമായിട്ട് ബാധിക്കുന്നത്. അതാണ് ഈ എട്ടിലെ വയറിലെ പ്രശ്നത്തിന് കാരണം. മറ്റൊന്ന്, ഈ നമ്മൾ കഴിക്കുന്ന മറ്റു ചില ഗുളികകൾ, ഇപ്പൊ പ്രഷറിന് കഴിക്കുന്ന മരുന്നായാലും കൊളസ്ട്രോൾ കഴിക്കുന്ന മരുന്നായാലും ഇങ്ങനത്തെ പലതരം മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം. ഇതെല്ലാം നമ്മളെ ദോഷമായിട്ട് ബാധിക്കും. പ്രോബയോട്ടിക് ബാക്ടീരിയയും അതിന്റെ ഒക്കെ കുറവ് എന്നത് നമ്മളുടെ ഈ ഡൈജഷനെ ദോഷമായിട്ട് ബാധിക്കും. മറ്റൊന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വരുന്ന ഫൈബറിന്റെ കുറവ്, ഇത് നമ്മളുടെ ഈ രോഗത്തെ ദോഷമായിട്ട് ബാധിക്കും. അതുപോലെ മറ്റൊന്ന് ഹോർമോൺ ഇംബാലൻസ്. ഇൻസുലിൻ കൊണ്ട് ഹോർമോണാണ്. അപ്പൊ ഒരു ഹോർമോൺ കുറയോ കൂടുതലോ മറ്റു ഹോർമോണുകൾ ദോഷമായിട്ട് ബാധിക്കും. ഇത് നമ്മളുടെ ശരീരത്തിന്റെ ഈ പ്രശ്നത്തിന് കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം നമ്മൾ മരുന്ന് കഴിച്ച പരിഹാരത്തിന് എളുപ്പമല്ല. ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഷുഗറിനെ കൺട്രോൾ ചെയ്യുക. മറ്റൊന്ന്, ഇതിന് പരിഹാരമായ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക. മൂവാറ്റ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വരുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം പേര് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് നിരന്തരമായിട്ടുള്ള അവരുടെ വയറിലെ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് സുഖ സന്തോഷമൊക്കെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.